ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സിമ്പിൾ പ്രസൻ്റ് ആണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസുകളും അതിൻ്റെ സ്വർണോ അതുപോലെ നെഗറ്റീവ് സെൻറ്റൻസ് ഒക്കെ ഏത് രൂപത്തിലാണ് മേക്ക് ചെയ്യുന്നത് എന്നുള്ളത് ചർച്ച ചെയ്താണ്. ഇന്ന് നമ്മൾ WH ക്വസ്റ്റ്യൻസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് WH ക്വസ്റ്റ്യൻസിൻ്റെ ലിസ്റ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തതിന് ശേഷം നോട്ടായിട്ട് എഴുതിയെടുക്കുക. അറിയാത്ത ആളുകൾ ഇത് എഴുതിയെടുക്കണം. കറക്റ്റ് ഓരോ WH ക്വസ്റ്റ്യൻസും അതിൻ്റെ മീനിങ്ങുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് കടക്കണം. ഇപ്പോൾ നോക്കൂ, ഞാൻ ഒരു സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് സ്ട്രക്ചറിലുള്ള ഒരു സെൻറ്റൻസാണ് കൊടുത്തിരിക്കുന്നത്. ഹീ സ്ലീപ്സ് എന്നുള്ള സെൻറ്റൻസിനെ എസ് ഓർ നോ ആദ്യം ആക്കുന്നത് ഏത് രൂപത്തിലാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ്. സ്ലീപ്സ് എന്നുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ലീപ്സ് എന്നുള്ള വേർബിൻ്റെ ഉള്ളിൽ ഡസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത്. അപ്പം ഡസ് ഹീ സ്ലീപ്പ് എന്നാവും. അവൻ ഉറങ്ങാറുണ്ടോ, ആദ്യം അവൻ ഉറങ്ങാറുണ്ടോ എന്നുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻ വരും. ഇനി അതിൻ്റെ മുന്നിലേക്ക് തുടക്കത്തിലായിട്ട് ആണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് ചേർക്കുന്നത്. WH ഇവിടെ നമ്മൾ വെൻ ആണ് ചേർക്കുന്നത്, എപ്പോൾ എന്നുള്ളത്. അപ്പം വെൻ ഡസ് ഹീ സ്ലീപ്പ്, മീനിങ് അവൻ എപ്പോഴാണ് ഉറങ്ങാറുള്ളത് എന്നുള്ള മീനിങ് ഉള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി വേറെ ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്, ഇനി അതിലേക്ക് തന്നെ നമുക്ക് വീണ്ടും പല രൂപത്തിലുള്ള WH ക്വസ്റ്റ്യൻ ആക്കി അത് മാറ്റാം. അതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ. അപ്പം ഫസ്റ്റ് നമ്മൾ വെൻ ഡസ് ഹീ സ്ലീപ്പ്, ഇനി വേർഡ് ചേർത്ത് കഴിഞ്ഞാൽ വേർ ഡസ് ഹീ സ്ലീപ്പ്, എവിടെയാണ് അവൻ ഉറങ്ങാറുള്ളത്. ഹൗ ലോങ് ഡസ് ഹീ സ്ലീപ്പ്, എത്ര സമയം അവൻ ഉറങ്ങാറുണ്ട്. ഹൗ ഓഫൻ ഡസ് ഹീ സ്ലീപ്പ്, എപ്പോഴെല്ലാമാണ് അവൻ ഉറങ്ങാറുള്ളത്. അടുത്ത് നോക്കൂ, ഞാനൊരു സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു കോൾ ഹിം. ഇത് പിന്നെ നിങ്ങൾ ഇതിനെ ഒരു യെസ് ഓർ നോ അതുപോലെ ഒരു WH ക്വസ്റ്റ്യനിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിതിലെ യെസ് ഓർ നോയിലേക്ക് ആക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കോൾ എന്നുള്ളത് ഡു ആണുള്ളത്, ഡസ് അല്ല. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുക്കണം. ഡു, ദെൻ യു അതുപോലെ എഴുതുന്നു, കോൾ ഹിം, നീ അവനെ വിളിക്കാറുണ്ടോ. ഇനി ഇതിൻ്റെ WH ആക്കുന്ന സമയത്ത് എന്തിനാണെന്നുള്ള രൂപത്തിൽ നമ്മൾ ചോദിക്കുന്നു വിചാരിച്ചോ. എന്തിന്, വൈ എന്ന് ആദ്യം ചേർക്കുക, ബാക്കി അതേപോലെ തന്നെ എഴുതാം. വൈ ഡു യു കോൾ ഹിം. റെഡി. ഇനി അതിലേക്ക് നമുക്ക് വേറെ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. വേറെ ക്വസ്റ്റ്യൻ വേർഡൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ളതൊക്കെ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ സ്റ്റെപ്സാണ് കാണിച്ചു തരുന്നത്. ടു യു കോൾ ഹിം, വൈ ഡു യു കോൾ ഹിം, ദെൻ വേറെ ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ വെൻ ഡു യു കോൾ ഹിം, ഹൗ ഡു യു കോൾ ഹിം. റെഡി. ഇനി ഇവിടെ ഒരു മലയാളം സെൻറ്റൻസാണ് കൊടുത്തിട്ടുള്ളത്. നീ എപ്പോഴാണ് വായിക്കുന്നത്. ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിലേക്ക് മാറ്റണം. നോക്കാം. അപ്പോൾ ഇതിനെ നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളതിനെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് പോസിറ്റീവ് സെൻറ്റൻസ് ചെയ്യുക, എന്നിട്ട് അതിനെ എസ് ഓർ നോ ആക്കുക. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നീ എപ്പോഴാണ് വായിക്കാറുള്ളത്. ഇപ്പം നീ എപ്പോഴാണ് വായിക്കുന്നത്. അപ്പോൾ നീ വായിക്കുന്നു എന്നുള്ളത് നമ്മൾ എഴുതുമ്പോൾ വരിക യു റീഡ് എന്നാണ്. റെഡി. ഇനി അതിന് എസ് ഓർ ആക്കുമ്പോൾ റീഡിൻ്റെ ഉള്ളത് ഡു ആണ്, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ഡു യു റീഡ്. ഇനി എപ്പോൾ എന്നുള്ളത് സാധനം ചേർത്ത് കൊടുത്താൽ മതി. വേർഡ് വേർ ഡു യു എപ്പോൾ വെൻ ഡു യു
read. Okay, when do you read? അത്രയേ ഉള്ളൂ. ദെൻ ഇനി ഇത് വേറൊരു സെൻറ്റൻസ് കൂടിയുണ്ട്. ഇതിനെ നിങ്ങൾ ഒന്ന് പോസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ സ്റ്റെപ്പായിട്ടൊന്നും എഴുതണ്ട, അല്ലാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ എപ്പോൾ എന്നുള്ളതിന് എപ്പോഴാണ് അവൻ വരാറുള്ളത് എന്നുള്ളത്, എപ്പോൾ എന്നുള്ള ഇതിൻ്റെ വേർഡ് നമുക്കറിയാം, വെൻ ആണ്. പിന്നെ ഡുവോ ഡസോ ഒക്കെ ആയിരിക്കും വരിക. WH ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഡുവോ അല്ലെങ്കിൽ ഡസോ ആണ് വരിക. അപ്പം ഇവിടെ അവർ എന്നാണ്. അവർ എന്ന് മോർ ദാൻ വൺ ആണ്, ഒന്നിലധികം ആളുകളുണ്ട് അവർ, അതുകൊണ്ട് ഡു ആണ് വരിക. വെൻ ഡു ദേ കം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലെസണ്. ഇത് കഴിഞ്ഞ ലെസണിൽ നമ്മൾ തന്ന എക്സസൈസിൻ്റെ ആൻസേഴ്സാണ്. നിങ്ങളത് കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസിൻ്റെ ലിസ്റ്റാണ്. അത് നിങ്ങൾ വായിച്ചിട്ട് അതുപോലെ കറക്റ്റ് എല്ലാവരും നോട്ടിൽ എഴുതിയെടുത്തിട്ട് വളരെ സീരിയസ് ആയിട്ട് അത് ചെയ്യുക. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സ് ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ സിമ്പിൾ പ്രസൻറ്റിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.